ഈ ചായക്ക് പകരം ഫ്രഷ് ജ്യൂസ് ആയിരുന്നെങ്കിലേ അടിപൊളിയായിരുന്നു. ആണോ? അപ്പൊ എന്റെ പൊന്നുമോള് ഓടിപ്പോയി അമ്മയോട് ചോദിക്കും, വയറ് നിറച്ച് കിട്ടും. എന്തോന്ന് ഫ്രഷ് ജ്യൂസ്. ഫ്രഷ് ആയിട്ട് തെറിവിളി കിട്ടുന്നതിന് ആരും ഫ്രഷ് ജ്യൂസ് എന്ന് പറയാറില്ല. ആ ഇതാര്? കണ്ണു എന്താണ്? എന്ത് പറ്റിയടാ? അത് സാധാരണ വരുമ്പോ ഒരു സാധനത്തിന് കൂടെ കൊണ്ടുവരുമല്ലോ അതവിടെ. എനിക്കറിഞ്ഞൂടാ എവിടെ പോയി. അന്ന് എനിക്ക് അറിഞ്ഞൂടാ, നീ വീട്ടിൽ നിന്നല്ലേ പറഞ്ഞേ? ആ കണ്ണാ, രാവിലെ തന്നെ എത്തിയല്ലോ, കാത്തു വന്നില്ലേ? മ്ലാനത. ഞാൻ പറയാം. എനക്ക് തന്നെ അറിയാം. ഇവന്റെ മുഖം കണ്ട അറിഞ്ഞൂടെ? ഓഹോ. കാത്തു ഇവനുമായിട്ട് നല്ല അടി ഉണ്ടാക്കി കാണും. അവള് നില വിളിച്ചും കാണും. തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റൂലല്ലോ, കള്ളിയല്ലേ അവള്. രക്ഷപ്പെടാൻ വേണ്ടിട്ട് കീറി വിളിക്കുമല്ലോ. അതല്ലേടാ? ആണോ? കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതോ ഇനിയിപ്പോ മാർക്ക് കുറഞ്ഞതിന് അമ്മ വഴക്ക് പറഞ്ഞാ? എന്താണ് രാവിലെ എല്ലാരും കൂടെ ഒരു ചർച്ച? കണ്ണാ എന്തു പറ്റിയടാ? നീ എപ്പോ വന്നു? എന്തു പറ്റി ഇവന്? ചെറിയൊരു പ്രശ്നം കാർത്തുമായിട്ട്. എന്തോ മൂഡ് ഔട്ട് ആണെന്ന് തോന്നുന്നു. എന്ത് മൂഡ് ഔട്ട്? കാര്യം എന്ത്? എന്താടാ കണ്ണാ? ഒന്നുമില്ല ചേച്ചി, ഞാൻ ചേച്ചിയുടെ മുറി കാണുവേ. നീ വെക്കൂ. അച്ഛാ, മക്കളെ നമ്മുടെ കാന്താരി കാത്തുണ്ടല്ലോ, അവളുമായിട്ട് അടി ഉണ്ടാക്കി കാണും. അല്ലാതെ എന്ത്? അല്ലെങ്കിൽ എല്ലാ വീടുകളിലും കാണും ഇതുപോലെ തല തെറച്ച ഇളയ സന്തതികൾ. എന്ത് ചെയ്യാ? അയ്യോ, അപ്പൊ മൂത്ത മക്കൾക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലേ? മൂത്തതിന് എന്താ അടി കുഴപ്പം? ഇച്ചിരി മൂത്തതാണ്, അതാണ് പ്രശ്നം. ഹലോ 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 ഹലോ, ഇനി ഈ വീട്ടില് ഈ കാരണം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കല്ലേ? അല്ല മണി, ഇവള് പറഞ്ഞതില് കാര്യമുണ്ട്. എന്തോന്ന്? എല്ലാ വീട്ടിലും ഈ ഇളയത് തന്നെയാണ് പ്രശ്നം. അതാണ്. അല്ല ഇവിടത്തെ കാര്യം മാത്രമല്ല, എന്റെ വീട്ടിൽ തന്നെ ചിന്നു രണ്ടാമത്തെ അവളാണ്. എന്ത് പ്രശ്നക്കാരി ഇവളുടെ വീട്ടിൽ തന്നെ ഇളയത് ഇവളാണ് പ്രശ്നം. അവിടെ രണ്ടാമത്തെ കുട്ടികൾ തന്നെ എല്ലാ വീട്ടിലും പ്രശ്നം. ചുമ്മാ എന്തെങ്കിലും വിളിച്ച് പറയണമെന്നേ ഉള്ളൂ അല്ലേ? എന്റെ വീട്ടിൽ ഞാനാ പ്രശ്നക്കാരി. മണിക്കൂട്ടൻ ചേട്ടൻ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല. അയ്യോ എന്തൊരു സാത്വികൻ. പിന്നെ ഇങ്ങനെ കാര്യം പറയണം? പ്രശ്നത്തിന് ഒരു കാരണം വേണ്ട. രാവിലെ അടിച്ച് പ്രശ്നം എന്ന് പറഞ്ഞ് നടക്കും. ഇവള് ഞാൻ ചെയ്തു. നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ദേഷ്യമേ ഇല്ല. മൂക്കിന്റെ ഇവിടെയാണ് ദേഷ്യം. ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളോടും ഒരുമിച്ച് ചേർത്ത് വെച്ച് അതിന്റെ ആൾരൂപം ഉണ്ടല്ലോ, അതാണ് എന്റെ ചേച്ചി പൊക്കി പറയാന്ന് തോന്നല്ലേ? രാവിലെ നീ എന്റെ വാങ്ങുവേ. എനിക്കിപ്പോ ഇതിനൊന്നും സമയമില്ല. ഞാൻ എന്റെ കണ്ണന്റെ പ്രശ്നം തന്നെ ഞാനും വരാം. അയ്യോ നീ പോണില്ലേ? രണ്ടെണ്ണത്തിനും കൂടെ ഞാനിപ്പൊ പോണില്ല. പ്രശ്നങ്ങള് രാവിലെ തുടങ്ങി ഓരോന്ന്. നീ ഇവിടെ കിടക്കാണോ? എന്തോടെ എന്താ ചെയ്യനോ? എന്ത് പറ്റിയാടാ നിനക്ക്? എന്ത് പറ്റിയണ്ണാ? ഒന്നുമില്ല, ഞാൻ കുറച്ചേരം കൂടെ ഒന്ന് ഇരുന്നോട്ട്. കാര്യം പറയടാ. ഒന്നുമില്ല. പിങ്കി ചേച്ചി കാർത്ത് വരുന്നേ വന്നു. ഇനി തുടങ്ങ് രണ്ടും കൂടി അടി. പിന്നെ രണ്ടും കൂടെ അടി ഉണ്ടാക്കിയാൽ ഞാൻ രണ്ടെണ്ണത്തിന് എടുത്ത് വെളിയിൽ കളയും കേട്ടല്ലോ. നീ ഇവിടെ ഇരിക്കുവായിരുന്നു. അച്ഛൻ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നേ. നീ വാ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരുവേ. എന്തു അടി? എന്തോ പ്രശ്നം? മുടി വെട്ടണില്ലാന്ന്. അച്ഛൻ കഴിഞ്ഞ മാസം വല്ല പിറകെ നടക്കുവാണ്. ഇവൻ പറയാം നാളെ വെട്ടാം, മറ്റന്നാൾ വെട്ടാം, വണ്ടി പിറ്റേന്ന് വെട്ടാന്നൊക്കെ പറഞ്ഞു നടക്കും. എന്താടാ കണ്ണാ വെട്ടിക്കളയടാ. ഞാൻ എന്താ ആഗ്രഹിച്ച് വളർത്തിയാണെന്നറിയാവോ? അപ്പൊ മുടി വെട്ടില്ലാന്നാ തീരുമാനം? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പ്രായമായോ? അത് ശരിയാടാ ഇവള് പറഞ്ഞത്. എടാ, നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് 18 വയസ്സ് കഴിയണം. ഇപ്പൊ നമ്മള് അച്ഛന്റെ അമ്മേരെയൊക്കെ വാക്ക് കേൾക്കേണ്ട സമയമാണ് കേട്ടാ. അതെ, എനിക്ക് നിന്റെ കൂടെയും പറയാനുള്ളത്. നീ മിണ്ടാരി ചോദിച്ചില്ലല്ലോ. ഇതുവരെയാണെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. അച്ഛനാണെങ്കിൽ ഒന്ന് വൃത്തി വെളുപ്പമുള്ള ആളാണ്. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവേ. ഹലോ, എന്താണ് ഇവിടെ പ്രശ്നം? എന്റെ അമ്മ, ഇവന്റെ അച്ഛനാണെങ്കിൽ ഇവന്റെ മുടി വെട്ടണം, ഇവനാണെങ്കിലോ മുടി വെട്ടണ്ടാന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ആണോ കണ്ണാ? ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വെട്ടാന്ന് പറഞ്ഞാണ് ആന്റി. അവർ സമ്മതിക്കുന്നില്ല. ഇല്ല, അത് പറ്റത്തില്ല. അച്ഛൻ ഇന്ന് ഞായറാഴ്ച കൂടി, ഇന്ന് എന്തായാലും വെട്ടിയേ പറ്റത്തുള്ളൂ. കണ്ണാ, എന്തോന്നിത്? ഞാൻ ഇതുവരെ നിന്നെ ഇങ്ങനെ പെരുമാറി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മോശമല്ലേ? അമ്മ, കണ്ണന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്ക് ജിമ്മിനും ബോക്സിംഗ് ഒക്കെ പോണോന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആദ്യം എതിർത്തില്ലേ? എടാ കണ്ണാ, നീ മുടി വെട്ടണ്ട, അച്ഛനോട് ഞാൻ പറയാം.
അങ്ങനെ പറഞ്ഞാൽ പറ്റൂന്നില്ല ചേച്ചി. കഴിഞ്ഞ ആഴ്ച മുതലേ ചേട്ടനോട് പറയാണ് അച്ഛൻ വെട്ടണം ഉറപ്പായിട്ടും വെട്ടണമെങ്കിൽ ഇറങ്ങി വാ. അവനെ പറഞ്ഞ് അച്ഛനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. അതൊന്നും പറ്റില്ല ചേച്ചി. കഴിഞ്ഞ മാസം മുതൽ അച്ഛൻ പിറകെ നടക്കാവോ. ഇവൻ പറയും ഇന്ന് വെട്ടോ നാളെ വെട്ടാന്ന് പറഞ്ഞാ ഇറങ്ങി വാ അങ്ങോട്ട്. കാരണം ഇപ്പൊ പോയിട്ടോ. വാ. ഇപ്പോഴത്തെ പിള്ളേരെ കാര്യമേ, പണ്ടൊക്കെ അച്ഛനമ്മമാര് നമ്മളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാ അതങ്ങ് സമ്മതിക്കണം. നമ്മുടെ ഇഷ്ടമൊന്നും ഇല്ല അവിടെ. ഇപ്പൊ കരികാലമൊക്കെ ആയപ്പോ പിള്ളേരൊക്കെ അവരവരെ ഇഷ്ടത്തിനായി. അതാമ്മ. പിള്ളേരിവിടെ ഉണ്ട്. മേളിലെങ്ങാണ്ടുണ്ട്, മണിയുണ്ട്. ഞാൻ പറഞ്ഞേക്കാം. ശരി, അവർ വരട്ടെ. ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. മണി, അമ്മയെ വിളിച്ചത് നമ്മുടെ നാറൂരിലെ ശ്യാമള കുഞ്ഞമ്മയില്ലേ, കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണം. പറഞ്ഞു അമ്മ. അതെ, അപ്പൊ അത് പറയാനായിട്ട് അവര് കുഞ്ഞമ്മയും ചിറ്റപ്പനും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നെന്ന് പറഞ്ഞില്ല, വരുന്നല്ലേ. ഇന്നാണോ എന്തോ വരാൻ പോകുന്നത്? കല്യാണത്തിന് പോണേ. എവിടെ വെച്ചാണ് കല്യാണം എന്ന് പറഞ്ഞാ? കണ്ണ എന്താടാ എന്ത് അല്ല, ഇവ ഇങ്ങോട്ട് വെപ്രാളപ്പെട്ട് ഓടുന്നത്? അവനെ അവന്റെ മുടി രക്ഷിക്കാൻ വേണ്ടി ഓടിയതാ. മുടി എന്ന് വെച്ചാൽ അവന് ജീവനാണേ. എന്നാലും വെട്ടണം. പിന്നെ അവന്റെ അച്ഛൻ പുറകെ നടക്കല്ലേ അവന്റെ മുടി വെട്ടാനായിട്ട്. ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ ആഗ്രഹമല്ലേ. പിന്നെ ഇപ്പോഴത്തെ ഫാഷനാണ് അങ്ങനെ മുടിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഫാഷൻ. അതാ അടുത്ത വന്നു. കണ്ണനെ കണ്ട? അത് ഇവിടെ വഴി എവിടെയോ അല്ല, അങ്ങോട്ട് ഓടി. അങ്ങോട്ടെങ്ങോട്ടോ പോയി. അങ്ങോട്ട് ഓടി. എന്താണ് സംഭവം? എന്താ? അല്ല, ഇവനെ ഈ വെപ്രാളപ്പെട്ട് ഇത് എങ്ങോട്ടാ ഓടിയത്? ഞാൻ പറഞ്ഞില്ലേ, അവന്റെ മുടി രക്ഷിക്കാൻ വേണ്ടിട്ട്. അവന്റെ മുടി രക്ഷിച്ചേ പറ്റുള്ളൂ. അവൻ മുങ്ങി. ആര് മുങ്ങി? കണ്ണൻ. കണ്ണു മുങ്ങിയാ? ഓ, കണ്ടുപിടിക്കാം. പൊക്ക. ഇവളെന്തോന്ന്? ഇവന്മാരെന്ത് ബാർബർമാരാ? എന്താണൊന്ന് പിടിച്ചു കൊടുക്കാനായിരിക്കും അവന്റെ അച്ഛന്. ഇടി നമ്മൾ മറ്റേ സംഭവം പറഞ്ഞില്ലേ? ഏതോ മറ്റേ കാര്യം എന്ത്? ഓ, അത് കണ്ണന്റെ കാത്തൂന്റെ അച്ഛൻ. നമസ്കാരം സാർ. ടീച്ചറെ നമസ്കാരം. ഹായ് ആന്റി, സുഖാണോ? വിശേഷമൊക്കെ എന്തുണ്ട്? അതോട് കയറി വരാം. തിരക്കുണ്ടോ? കാണാറില്ല ഇപ്പൊ ഇങ്ങോട്ട്? കുറച്ച് തിരക്കായിപ്പോ സാർ. വിശേഷങ്ങളൊക്കെ പിള്ളേർ പറഞ്ഞറിയുന്നുണ്ട്. മോള് പറയാറുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കണ്ണന്റെ കാര്യം പ്രശ്നമാണല്ലേ? പറഞ്ഞാൽ കേൾക്കുന്നില്ല. കുറെ നാളായി അവനോട് പറഞ്ഞു മുടി വെട്ടാൻ. മോശമല്ലേ എങ്ങനെ മുടി വളർത്തി സ്കൂളിൽ പോയാൽ? സ്കൂളിൽ പോകുമ്പോ 1 ലിറ്റർ എണ്ണ വാരി തലയിൽ തേച്ചോണ്ട് പോകും. എന്നിട്ട് 24 മണിക്കൂർ ചീപ്പിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മുടി നീട്ടി വളർത്തിയിട്ടോണ്ടിരുന്നാലേ വിയർക്കുമ്പോ നല്ല നീരിറക്കം വരും. ഇപ്പൊ ഇടയ്ക്ക് ജലദോഷം കൂടെ വന്നതേ ഉള്ളൂ. ശരിയാണ്. അതെ, ഈ പിള്ളേർ അധികം ഇങ്ങനെ മുടി നീട്ടി വളർത്തുന്നത് ശരിയല്ല. അത് വേണ്ട, വെട്ടിക്കണം. പാവല്ലേ അവന്റെ മുടി നമുക്ക് പിന്നെ വെട്ടാം. അത് പറ്റൂല മോളെ. കഴിഞ്ഞ 6 മാസമായി അവൻ ഇപ്പൊ വെട്ടാന്ന് പറഞ്ഞ് പറ്റിക്കാണ്. എന്നിട്ട് ഈ കാര്യം ഒന്ന് കാർത്തൂന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ? എന്താടി പറയാത്തെ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല അങ്കിളെ. എന്തായാലും അവന്റെ ചേച്ചിയുടെ സ്ഥാനത്തല്ലേ ഞാൻ. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്റെ അടുത്തല്ലേ ആദ്യം പറയേണ്ടത് അല്ലേ? അവന്റെ മുടിയുടെ കാര്യത്തിൽ അങ്കിൾ ഒരു രീതിയിലും വിഷമിക്കണ്ട. ആ കാര്യം ഞാനല്ലേ. നിങ്ങൾ കൈ ഇങ്ങട് പിങ്കി പ്രോമിസ്. അവന്റെ മുടി ഞാൻ വെട്ടിയിരിക്കും. എന്റെ അടുത്ത കളി എന്ത്? ഞാൻ വെട്ടും. എന്റെ പ്രോമിസ് ആണ്. അങ്കിളിന് അറിയാലോ, എനിക്കറിയാലോ. ഇല്ലില്ല, അവന്റെ മുടി വെട്ടാ. സമാധാനം ഇട്ട് പോണം. അതെ, ഒന്ന് വിഷമിക്കണ്ട. പരിഹാരം ഉണ്ടാക്കാം. ശരി, ഞാൻ വരാം. വന്നേക്കണേ വീട്ടിലോട്ട്. കുറച്ച് കഴിഞ്ഞിട്ട്. അതെ, ഇവള് കുറച്ച് ഓവറായിരുന്നു. കുറച്ചല്ല, കൂടുതൽ. ഞാൻ ഓവറൊന്നും. കണ്ണന്റെ അച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ കുറച്ചുകൂടി ഇതായിട്ട് നമ്മൾ സ്വന്തം പയ്യനെ പോലെയാണ് കണ്ണനെ കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കും. അതെ, ഈ ഒറ്റയ്ക്ക് ഇരുന്ന് അവന്റെ മുടി വെട്ടേ ഉള്ളൂ. വാ കണ്ടുപിടിക്കാം. അതെ, കണ്ണനെ. കണ്ണനെ അത് മറന്നിടക്ക്. മറന്നു. വാ.
എന്തോന്ന് നീ നോക്കണം, നീ പെട്ടെന്ന് പണി തീർക്കാൻ നോക്ക്. പണി തീർത്താലേ നമുക്ക് പുറത്തോട്ട് ഒരുമിച്ച് പോവാം. സത്യം നമുക്ക് ഒരുമിച്ച് പുറത്തു പോവാം എല്ലാവർക്കും കൂടി സിനിമയ്ക്കാ. സിനിമയ്ക്കാ? നീ എന്തോന്ന് മണി പറയണേ? എടി നീ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ കുറെ സാധനങ്ങൾ എന്തോ വാങ്ങിക്കണ്ടെന്ന് വീട്ടിലേക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുമിച്ച് അതൊക്കെ വാങ്ങിക്കാം. അതാ അതിനാണ് ഇപ്പൊ വലിയ എക്സൈറ്റ്മെന്റ്. ഞാൻ വിചാരിച്ചു എവിടെയോ കറങ്ങാൻ പോണതായിരിക്കും. അല്ല നീ പറഞ്ഞ പോലെ ഇപ്പം എല്ലാരും പോയിട്ട് പോണെങ്കിലേ ഇപ്പൊ ഇതാ ഒരു കള്ളനെ പിടിക്കാൻ 2 പോലീസുകാർ ഓടിയിട്ടുണ്ട്. ഇനി അവരെപ്പോ വരും? പിങ്കി വരാതെ പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിലും അതും പറ്റില്ല. പിന്നെ വേറെ കാര്യം പറയട്ടോ, ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതേ എന്റെ ഒരു പഴയ കാര്യമാണ്. ഇത് പിള്ളേരെ കാര്യോ? എല്ലാരും അല്ല, അവന്റെ മുടി മുറിക്കാൻ വേണ്ടി ഓട്ടിച്ചത്. എന്തോന്ന്? ഞാനേ ഡിഗ്രിക്ക് പഠിക്കും, ഫൈനൽ ഇയർ. അന്നത്തെ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഹിപ്പി ആണല്ലോ, മുടിയൊക്കെ ഇങ്ങനെ ചെവിയിലൊക്കെ അമിതാഭ് ബച്ചൻ സ്റ്റൈല് മുടിയിട്ട്. ചേട്ടന്മാരൊക്കെ അങ്ങനെ ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ മുടി വളർത്താന്ന്. നിങ്ങളാ വളർത്തി? എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കോളേജ് പഠിക്കുമ്പോ. എന്നിട്ട് ഒരു 6-8 മാസം വരെ വളർത്തി, മുടിയൊക്കെ നീണ്ടു വന്നു. പക്ഷെ അമ്മ പിന്നെ മിണ്ടൂലടി. അമ്മ ഫുൾ കലിപ്പ് വന്നു. അയ്യോ. പിന്നെ ഒരു ദിവസം എന്നെ കണ്ടം വഴി ഓടിച്ചു. ഞാൻ പിടിയൊന്നും കൊടുത്തില്ല, അമ്മ അങ്ങനെ ഓടിച്ചു. ഈ രാമനെ കണ്ടല്ലോ, അവനൊക്കെ അന്ന് അമ്മയുടെ സൈഡായിരുന്നു. അപ്പച്ചി മുടി വെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ ഉണ്ണിമാമനും സമ്മതിക്കില്ലായിരുന്നു മുടി വളർത്താൻ. പിന്നെ അമ്മയ്ക്ക് പിടി കൊടുത്തില്ല. പക്ഷെ അമ്മ അവിടെ നിന്ന് ഒരു താക്കീത് ചെയ്ത്, നീ മുടി വെട്ടിട്ട് വീട്ടിൽ കയറിയാ മതി എന്ന് പറഞ്ഞു. അമ്മയല്ലേ അതേ പറയുള്ളൂ. വൈകുന്നേരം വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം രക്ഷയില്ല. പിന്നെ ഞാൻ പോയി മുടിയൊക്കെ വെട്ടിയിട്ട് വന്നു. ആദ്യം വന്ന് രാത്രി അമ്മ നോക്കുന്നത് ഞാൻ മുടി വെട്ടി വന്നാണ്. ഞാൻ സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിൽ കയറിയത്. ഫോട്ടോ അല്ലതുകൊണ്ട് അന്നത്തെ ഫോട്ടോ ഒന്നും ഇല്ലല്ലേ? മുടി വളർത്തിയ ഫോട്ടോ ഒന്നുമില്ല. നല്ല വൃത്തിയായിട്ടുണ്ടാവല്ലേ? വൃത്തിയാടാ, എല്ലാരും നന്നായി തന്നെയാണ് പറഞ്ഞത്. കൂട്ടുകാരൻ. പെണ്ണുങ്ങളാ? പെണ്ണുങ്ങളല്ല, ആൺകുട്ടിയില്ല. എല്ലാരും പറഞ്ഞു നന്നായിട്ടുണ്ട്, രവീന്ദ്രന്റെ മുടി ബെസ്റ്റ് ആയിട്ടുണ്ടെന്ന്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ കല്യാണം കഴിച്ചു വരുമ്പോ നിനക്ക് നല്ല മുടിയില്ലായിരുന്നു. എന്റെ മുടിയുടെ കാര്യമൊന്നും പറയണ്ട. പണ്ടേ അപ്പുറത്തെ വീട്ടിലെ മുത്തിയമ്മ പറയുമായിരുന്നു, ആ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള മുടിയുള്ളത് എനിക്കാണ്, നല്ല പനങ്കൊല പോലത്തെ മുടി. സത്യം പറയുമായിരുന്നേ. പക്ഷേ വേറെ കാര്യമാണ്, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്ക് മുടി ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഈ പണ്ടാരം ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ഈ പിങ്കിയെ പ്രസവിക്കുന്നവരെ നിനക്ക് നല്ല മുടി ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെ? കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതലുള്ള പിള്ളേർക്കൊക്കെ മറ്റേ ബോബ് കട്ടൊക്കെ ആയിരുന്നു. അന്ന് ബോബ് ആയിരുന്നേ ഫാഷൻ. അപ്പൊ ഞാൻ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞ് എനിക്കും ബോബ് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ ഒക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഈ ബുക്കിന്റെ കവർ പേജിൽ വന്ന ഒരാളുടെ ഫോട്ടോ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. അച്ഛൻ സമ്മതിച്ചോ? അച്ഛനും ഒരു കുഴപ്പമില്ല. അച്ഛൻ ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു. സമ്മതിക്കാത്തത് ആര്? മണിക്കൂട്ടൻ ചേട്ടൻ. എന്നെ ഇനി ആ ഏരിയയിലിട്ട് ഓട്ടിച്ചു കളഞ്ഞു. ഒരു രക്ഷയില്ല. ഒരു ഫാഷനും കാണിക്കാൻ സമ്മതിക്കൂലായിരുന്നു. എല്ലാ മുടിയും പോയി. ഇപ്പൊ മുട്ടയായല്ലോ. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ മുടി ഫുൾ നരച്ചു കഴിഞ്ഞാലേ അതൊന്നുമല്ല, ഞാൻ ബോയ്ക്കട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനത്തെ വേഷമൊന്നും ഇടൂല. ഫുൾ യോയോ, മറ്റേ ഫ്രോക്ക്, മിഡി ടോപ്പ്, മറ്റേ ഡിക്കമ്മ ഇല്ലേ സുമാരി, ആ സ്റ്റൈലേ നടക്കുള്ളൂ. നമ്മുടെ മക്കൾക്കൊക്കെ മക്കളാവും കേട്ടോ. നമ്മളെ അമ്മൂമ്മ അപ്പനൊക്കെ ആവുമ്പോ പിള്ളേര് പറയണം അമ്മൂമ്മ അടിപൊളി യോയോ ആണെന്ന്. ബാങ്ക് ഓഫീസറുടെ ഭാര്യയാണ്. ബാങ്ക് ഓഫീസറുടെ ഭാര്യക്ക് മുടി വെട്ടിക്കൂടെ? എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, അവളുമാരും കൂടെ സമ്മതിക്കണം. അവളുമാര് സമ്മതിച്ചില്ലെങ്കിൽ അതുവഴി അങ്ങ് പൊയ്ക്കോണം. അവളുമാർക്കൊന്നും മുടിയോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. മൂത്തവർക്ക് മുടി ഇഷ്ടമാണ്, മറ്റവർക്ക് മുടി വെട്ടണം എന്നല്ലേ. അവളുടെ മുടിയും ശരിയല്ലല്ലോ. അല്ല, ഈ പോയത് കണ്ടില്ലല്ലോ. ദൈവമേ, എന്തോ നായോ എന്തോ. ഞാൻ നോക്കട്ടെ. നീ എന്തായാലും വന്ന് പെട്ടെന്ന് പണി തീർക്കും കേട്ടോ. എന്തോ ഓട്ടാടി അവന്, ഹുസൈൻ ബോൾട്ട് അവൻ. എന്തൊക്കെ സംഭവിച്ചാൽ ഞാൻ അവന്റെ മുടി വെട്ടും. അതാണ്. നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം അവന്റെ മുടി വെട്ടിയിട്ട്? ചേച്ചി അങ്ങനെ പറയരുത്. അവന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് അവന്റെ മുടി വെട്ടോന്നുള്ളത്. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂന്റെ കാര്യം. ഓ, നിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. ഇടേ, നീ അല്ലേ വാക്ക് കൊടുത്തത്? അതിൽ വല്ല കാര്യമൊന്നുമില്ല. എന്ത് കാര്യമില്ലാത്ത എന്റെ വാക്കിന്? നിനക്കേ കുറച്ച് ഓവറാണ് എല്ലാ കാര്യത്തിലും. ആറി ഓവർ? നീയാണോ ഓവർ? അയ്യോ ദൈവമേ, വളർന്നു വരുന്ന ഒരു പെൺകൊച്ചാണ് ഇടിച്ച് തകർത്തേ. ഇടി കണ്ണിച്ചോരണ്ടാടി ദുഷ്ട നിനക്ക്. മൃഗോടി നീ, മൃഗം. ആരടി മൃഗം? ആരടി മൃഗം? ഞാൻ മൃഗം. ഇപ്പൊ ഓവർ കണ്ണൻ ചേട്ടനാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കണ്ണന്റെ മുടി വെട്ടിയിരിക്കും. വെട്ട, അത് ഞാൻ എന്റെ ശ്വാസം ഒന്ന് നേരെ വിട്ടോട്ടെ. ഡേ, നിനക്ക്
അവൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എനിക്ക് ദേഷ്യം വാശിയൊന്നുമില്ല. പക്ഷെ വര ഇപ്പൊ ചേട്ടൻ അഴുക്ക സ്വഭാവമായിട്ട് വരികയാണ്. കുളിക്കൂല, പല്ലിക്കൂല, വൃത്തിയില്ലാതെ നടക്കും. 24 മണിക്കൂർ മൊബൈൽ എടുത്ത് ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കും. ഇതാണ് ഈ മുടിയനായ പുത്രൻ എന്ന് പറയുന്നത്. നീ ഇതിന്റെ അടി ഇരിക്കായിരുന്നല്ലേ? എന്നടി നിനക്ക് എന്തടി? ഞാൻ കുളിക്കൂലല്ലേ, ഞാൻ പല്ലിക്കൂലല്ലേ? അയ്യോ അയ്യോ, പിടിയടി പിടിയടി. രണ്ട് നമ്മളെക്കാട്ടും കഷ്ടമാണല്ലോ. നീ ഒന്ന് അടങ്ങ്, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞാനൊരു പരിഹാരം ഉണ്ടാക്കണ്ട. എനിക്ക് മുടിയുടെ കാര്യമൊക്കെ നോക്കാൻ എനിക്കറിയാം. ഒന്ന് അടങ്ങടാ നീ. എന്തോന്നിത് കണ്ണാ, കുട്ടികളായ ഇത്ര അഹങ്കാരം പാടില്ല. എന്റെ മുടിയുടെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി അഹങ്കാരം കാണും. എടാ നിന്റെ ഷോയ്ക്ക് നിന്റെ വീട്ടിൽ പോയി കാണിച്ചത് ഇവിടെ നടക്കൂല കേട്ടാ. ഒന്ന് പോയേച്ചി. കണ്ണാ, ഇത്രയും നേരം ഞാൻ നിന്നെയാണ് സപ്പോർട്ട് ചെയ്തത്, അറിയാലോ. ഇനി എനിക്ക് ആരും സപ്പോർട്ടും വേണ്ട. എന്റെ മുടിയുടെ കാര്യം നോക്കി എനിക്കറിയാം. ഇത് എന്തോന്നിത് ഇവൻ? അതാണ് ഞാൻ പറഞ്ഞത്. കണ്ണാ, പോട്ടെ, എല്ലാം പോട്ടെ. ഇനി നിന്റെ മുടി വെട്ടാനൊന്നും ഇവിടെ ആരും പറയില്ല. വാ, ഇത്രയും നേരം നീ ഓടി തളർന്നതല്ലേ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. എനിക്ക് ഫുഡൊന്നും വേണ്ട. അന്തരം എനിക്ക് ഫുഡ് വേണ്ടാത്ത? വേണ്ട. അതൊക്കെ കണ്ണം വരും. കണ്ണാ, ചേച്ചിയല്ലേ വിളിക്കണേ? വാ വാ, നമുക്ക് താഴെ പോവാം. ഇനി നിന്റെ മുടിയൊന്നും ഇവിടെ ആരും വെട്ടില്ല കേട്ടോ. വാ ഓ, ഓക്കെ. അവിടെ ഇരി. കണ്ണാ, നീ എന്താടാ ഇങ്ങനെ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഡാ, നിന്റെ അച്ഛനോടും അമ്മയോട് ഞാൻ സംസാരിക്കാം, നിന്റെ മുടി വെട്ടാ. നിങ്ങൾ ആരെടുത്ത് സംസാരിക്കണം? എനിക്കറിയാം എന്താ സംസാരിക്കണം. കണ്ണാ, നിനക്കേ കഴിക്കാൻ എന്ത് വേണം? ദോശ വേണോ അതോ ചേച്ചി നൂഡിൽസ് ഉണ്ടാക്കി തരണോ? എനിക്കൊന്നും വേണ്ടെന്ന് തന്നെയല്ല പറഞ്ഞത്. നോക്ക് അവന്റെ ഷോ നോക്ക്. എടാ ഇവിടെ ഏറ്റവും കൂടുതൽ മുടയുള്ളത് എനിക്കാണ്. കൂടുതൽ ജോട കാണിച്ചോണ്ട് ഇതിന്റെ കാല് വരെ തൂക്കിയിട്ട് നിലത്തടിക്കും ഞാൻ. പോട്ടടി, നമ്മുടെ അനിയനല്ലേ ഇവൻ. ചേച്ചിയാണ് ഇതിനെ വഷളാക്കണത്. ഞാനാണല്ലേ ഇവനെ വഷളാക്കുന്ന. അത് ശരിയാ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും. നിനക്ക് എത്ര അഹങ്കാരം! കാത്തു, ഇവന്റെ വാ പൊത്തിപ്പിടി. പിങ്കി, പോയി കത്തി എടുത്തോണ്ടോ. ഇന്ന് ഇവന്റെ മുടി വെട്ടിയതേനാ ഞാൻ. വെട്ടോ? നിനക്ക് ഇത്ര അഹങ്കാരം അല്ലേ? ചേച്ചി റൂമിൽ നോക്കാ. കിട്ടിയാ? ഓക്കെ, വെട്ടണേ ഇവന്റെ മുടി. വെട്ടിക്കോ. അത് വേണ്ട. കാണിക്കോ. എന്റെ കൈ വെട്ടല്ലേ. എന്തോന്ന്? ഇവിടെ ഒരു സ്പാ നടത്തുകയാണ് ഞങ്ങൾ. മിണ്ടി പോരുത്, എന്റെ കോൺസെൻട്രേഷൻ തിരിക്കരുത്. മൂക്കൊക്കെ വെട്ടി കളഞ്ഞ. എന്തെന്ന് പിള്ളേരെ കാണിച്ചേ? ആരും ഇത് ഇടപെടരുത്. അതെ, പിങ്കി അവന്റെ മുടി ണ്ടല്ലോ ഇടപെടരുത്. അനങ്ങാതിരുന്നോ, അനങ്ങാതിരുന്നോ. അറിയാലോ എന്റെ സ്വഭാവം. ഇവനുണ്ടല്ലോ പ്രായത്തിൽ കവിഞ്ഞുള്ള നാക്ക്. ഇനി ഇവ ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇവന്റെ മുടി ഇന്നും വെട്ടിയിട്ടേ ഉള്ളൂ കാര്യം. എല്ലാം കുറച്ച് വെട്ടിയാൽ മതി.
ഇപ്പൊ എങ്ങനെയുണ്ട്? മിടുക്കനായിട്ടുണ്ട്. കുട്ടപ്പൻ. പഠിച്ചല്ലേ? പിന്നെ ഞാൻ ഈ തൊഴിലങ്ങ് സ്ഥിരമാക്കിയല്ലോ നാലേ. നന്നായിരിക്കും. നാട്ടുകാരുടെ അമ്മയുടെ ചേച്ചിയുടെ ഒക്കെ മുടി തന്നെ വെട്ടും. അതെ ആദ്യം ചേച്ചിയുടെ എന്റെ അച്ഛനെ പിടിച്ചിരുത്തി മുട്ടയടി. അമ്മേ ഇനി നീ ഭക്ഷണം കൊടുക്ക്, വയറ് നിറച്ച് ഇവൻ കഴിക്കട്ടെ. അതെ ക്ഷീണം മാറ്റാൻ കുറച്ച് ഹോർലിക്സ് കലക്കി എടുക്കട്ടോ. ഇതെന്ത് ചേട്ടാ